welcome back to my channel. As usual, you are watching Cuddle Stars. അപ്പോൾ ഇത് പാർട്ട് 3 ആണ് ഗൈസ്. അപ്പം പാർട്ട് 2 പാർട്ട് 4 ആണ് ഗൈസ്. പാർട്ട് 3 കഴിഞ്ഞു. പാർട്ട് 3 സ്റ്റോറേജ് ഫുള്ളായിട്ട് കട്ടായതല്ല, എൻ്റെ കൈ കൊണ്ട് കട്ടായതാണ് ഗൈസ്. സ്റ്റോറേജ് ഒക്കെ നമ്മൾ എപ്പോഴും സെറ്റാക്കി പറയാൻ പറ്റില്ല കേട്ടോ, എപ്പോൾ വേണമെങ്കിലും കട്ടായി പോവാം, കുഴപ്പമില്ല, അതൊന്നല്ല നമ്മുടെ മാറ്റർ. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യണ്ടേ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എൻ്റെ മെമ്മറി ബോക്സ് ആണ്. ഇത് നമ്മൾ പണ്ട് തുടങ്ങി ഫ്രണ്ട്സും എൻ്റെ കസിൻസും എൻ്റെ ഫാമിലിയും ഒക്കെ തന്ന സംഭവങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ച ഐറ്റംസ് ഒക്കെയാണിത്. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ മെമ്മറി ബോക്സ്. മെമ്മറി ബോക്സ് ഇവിടെ അല്ല നമ്മൾ വെക്കണത്, വേറൊരു സ്ഥലത്താണ് കേട്ടോ വെക്കണത്. അപ്പോൾ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മുടെ പേപ്പർ കട്ടറാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ പേപ്പർ കട്ടറാണ്, കാണാത്തിട്ടുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് എനിക്ക് എംപ്റ്റി ആയിട്ട് വന്നപ്പോൾ നമ്മളിവിടെ ഒരു ക്യൂട്ട് ടെഡിയാണ് വെച്ച് കൊടുത്തത്. ഇതെൻ്റെ ഉമ്മച്ചി ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറയുന്നതും ഒരു ക്യൂട്ട് ടെഡിയാണ്, നമ്മൾ ഈ ഒരു ഭാഗത്തായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇനിയെന്ന് പറയുന്ന ഐറ്റം ഇത് നമ്മുടെ ഒരു കുഞ്ഞു ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയാണ് കേട്ടോ. ഇത് നമ്മുടെ അവക്കാഡോ സ്ക്വിഷി, ഇതിൻ്റെ മിഠായി വാങ്ങിച്ച് വെക്കിയ സൈക്കിൾ, അങ്ങനത്തെ ഒക്കെ. ഇതിന് മൂടി വേണ്ട, നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് തന്നെ നമ്മളൊരു ഫ്ലവർ വെച്ച് അങ്ങോട്ട് അടച്ചു. അപ്പോൾ പിന്നെ ഇതൊരു ഡെക്കോറും ആയി, എന്നാൽ നല്ല ആവശ്യമുള്ള സാധനമായിട്ടോ. അപ്പോൾ ഇതാ ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയെന്ന് പറയുന്നത് പിന്നെയും ഒരു ഡെക്കോറാണ്, പക്ഷേ ഇത് നമ്മുടെ ഡെസ്കിലേക്ക് വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല, നമ്മുടെ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കാണുന്ന ഒരു മിററാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ മിററ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മൾ അത്യാവശ്യത്തിനൊക്കെ കൊണ്ടുപോകുന്ന ഒരു മിനിയേച്ചർ ബാഗാണ്, നമ്മളത് പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പത്തെ വീഡിയോയിലൊക്കെ. അത് നമ്മൾ എൻ്റെ ഒരു വാളിലാണ് ഞാൻ ഹാങ് ചെയ്തിടുന്നത്. ഇതൊരു അഡ്ജസ്റ്റബിൾ പൗച്ച് ബാഗാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ സേഫായിട്ടുള്ള ഐറ്റംസ് ആണ്. ഇത് ഷാർപ്പാണ്, നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ പേപ്പർ കട്ടറാണ്. ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ അങ്ങാണ്ട് ഉണ്ടാക്കിയതാണ് ഇത് രണ്ടും. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ. ഇതൊക്കെ ഹോം മെയ്ഡ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ സേഫായിട്ട് ഈ ഒരു ബാഗിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഗൈസ്, ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. പക്ഷേ ഫൈനൽ ലുക്ക് കാണാനായിട്ടില്ല, ഇനി ഈ ഒരു ഏരിയയും കൂടി നമുക്ക് സെറ്റാക്കാണ്ട്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന സ്ഥലം, അറിയാലോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സെറ്റാക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇത് സെറ്റായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഐറ്റംസ് ഒക്കെ എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള സ്ഥലം സെറ്റാക്കാം. നമ്മുടെ വൈറ്റ് വാൾപേപ്പർ ഇല്ലാത്ത കാരണം വൈറ്റ് ചാർട്ട് വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വൈറ്റ് ചാർട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വൈറ്റ് ചാർട്ടുമ്പോൾ നമ്മളുടെ ഭാഗം ഇച്ചിരി കലാവിനോട് ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇത് പേസ്റ്റ് ചെയ്തിട്ട് തരാം. അപ്പോൾ നമ്മൾ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് വാൾപേപ്പർ. ഇനി മേക്ക് ഓവർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളുടെ വൈറ്റ് ടേബിൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം വാൾപേപ്പർ ഒട്ടിക്കാണ്ടും നമ്മളുടെ വൈറ്റ് ടേബിൾ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ വാൾപേപ്പർ ഒന്നും ഇല്ലാത്തവർ ഇതുപോലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി, അതുപോലെ തന്നെ പേപ്പറും A4 ഷീറ്റൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രേ ഉള്ളൂ ഡെസ്ക് മേക്ക് ഓവറിന്? അല്ല ഗൈസ്, ഇച്ചിരിയും കൂടി ഉണ്ട്. അത് ഇനിയൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണ്ടേ.